നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ്, അമിതാഭ് ബച്ചൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കൽക്കി 2898 AD. വ്യത്യസ്തമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ മികച്ചൊരു ചിത്രമാണത്. മുമ്പിറങ്ങിയ പല സിനിമകളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് ആ സിനിമയിൽ കാണാം. ചില സീനുകൾ, കൺസെപ്റ്റുകൾ, തീമുകൾ തുടങ്ങിയവയാണ് മറ്റു സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ട് കൽക്കിയിൽ കാണിച്ചത്. അത്തരം ഇൻസ്പിറേഷൻസിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. സിനിമയിലെ ഏറ്റവും മികച്ച രംഗങ്ങളായിരുന്നു കുരുക്ഷേത്ര യുദ്ധം കാണിച്ച സീനുകൾ. ആ ആദ്യ രംഗങ്ങളിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച അശ്വത്ഥാമ കഥാപാത്രത്തിന്റെ നെറ്റിയിൽ നിന്നും ലോർഡ് കൃഷ്ണ മണിയെടുക്കുന്ന രംഗമുണ്ട്. 2018 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയിലും ഇതേ രംഗമുണ്ടായിരുന്നു. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസ് വിഷന്റെ നെറ്റിയിൽ നിന്നും മൈൻഡ് സ്റ്റോൺ എടുക്കുന്ന രംഗമായിരുന്നു അത്. ഏകദേശം 2 രംഗങ്ങളും ഒരുപോലെ തന്നെയാണ് കാണിച്ചത്. അതുപോലെ തന്നെ അശ്വത്ഥാമാവിന്റെ മണിക്ക് മൈൻഡ് സ്റ്റോണിന്റെ അതേ നിറവും നൽകിയിട്ടുണ്ട്. ഇത് മഹാഭാരതത്തിലെ രംഗമല്ലേ, അതുകൊണ്ട് തന്നെ മാർവൽ മഹാഭാരതത്തിൽ നിന്നും ആയിരിക്കില്ല ഈ രംഗം കോപ്പി അടിച്ചതെന്ന് പലർക്കും സംശയമുണ്ടായേക്കാം. എന്നാൽ അങ്ങനെയല്ല. ഇതേ രംഗം 2013 മഹാഭാരതത്തിന്റെ സ്റ്റാർ പ്ലസ് വേർഷനിൽ കാണിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലാണ് അത് കാണിച്ചത്. 1988 മഹാഭാരതത്തിന്റെ ദൂരദർശൻ വേർഷനിൽ കാണിച്ചത് ഇങ്ങനെയാണ്. അശ്വത്ഥാമ സ്വയം ആ മണി എടുത്തുകൊണ്ട് കൃഷ്ണന് കൈമാറുന്നതായിട്ടാണ് ആ രംഗം. മഹാഭാരതത്തിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിലും അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ രംഗം അവഞ്ചേഴ്സ് കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം തയ്യാറാക്കിയത്. സിനിമയിൽ പ്രഭാസ് അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ഭൈരവ. സിനിമയിൽ പലയിടത്തായി ഭൈരവ ഫൈറ്റിനിടയിൽ ഇങ്ങനൊരു ടെക്നിക് പ്രയോഗിക്കുന്നുണ്ട്. തന്റെ തന്നെ പല ക്ലോണുകളുടെ ഇല്യൂഷൻസ് ഉണ്ടാക്കുകയും എതിരാളിയെ കൺഫ്യൂഷൻ ആക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ടെക്നിക് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ജാപ്പനീസ് മാംഗ ആനിമി സീരീസുകളിൽ നിന്നുമാണ്. 2002 പുറത്തിറങ്ങിയ നെറൂട്ടോ ആനിമി സീരീസിൽ നിന്നുമാണ് ആ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അതിലെ നായകൻ നെറൂട്ടോ ഉസുമാക്കി ക്ലോൺ ജുട്സു എന്ന പേരിലാണ് ഈ ടെക്നിക് ഉപയോഗിക്കുന്നത്. അതങ്ങനെ തന്നെ കൽക്കിയിലും ഒരുപോലെ തന്നെ കാണാം. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കമൽ ഹാസൻ ആയിരുന്നു. സുപ്രീം ലീഡർ യാസ്കിൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കാം എഴുത്തുകാരൻ ആ പേര് കണ്ടെത്തിയത്. സ്റ്റാർ വാർസിന്റെ സീക്വൽ ട്രയോളജിയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു ഫോഴ്സ് അവേക്കൺ, ലാസ്റ്റ് ജെഡായ്, റൈസ് ഓഫ് സ്കൈവാക്കർ. ആ സിനിമകളിലെ പ്രധാന വില്ലനും ശക്തനായ തിന്മയുടെ പ്രതീകവുമായിരുന്നു സുപ്രീം ലീഡർ സ്നൂക്ക്. പേരിൽ മാത്രമല്ല, സുപ്രീം ലീഡർ സ്നൂക്കുമായി സുപ്രീം ലീഡർ യാസ്കിനുള്ള സാമ്യം. 2 കഥാപാത്രങ്ങളുടെയും ലുക്കും ഒരുപോലെ തന്നെയാണ്. സ്നൂക്കിന്റെ തലയിലെ ഒരു പേച്ചടക്കം തന്നെ യാസ്കിനും കൊടുത്തിട്ടുണ്ട്. യാസ്കിൻ എന്ന കഥാപാത്രത്തിന്റെ തലയുടെ പിന്നിലായി ചില ഗോളങ്ങൾ കാണിക്കുന്നുണ്ട്. 1997 മുതലുള്ള ജാപ്പനീസ് മാംഗ ആനിമി സീരീസായ വൺ പീസിലെ പ്രധാന വില്ലന്റെയും ലുക്ക് ഏകദേശം അതുപോലെയാണ്. എനൽ എന്ന ആ കഥാപാത്രത്തിൽ നിന്നായിരിക്കാം ആ ഗോളങ്ങൾ ഇൻസ്പയർ ചെയ്തത്. ഭൈരവയുടെ ഇൻട്രോ സീനിൽ പ്രഭാസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് കൂളിംഗ് ഗ്ലാസ് ഇടുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ചൂണ്ടിയത് 2000 പുറത്തിറങ്ങിയ എക്സ്മെൻ സിനിമകളിൽ നിന്നുമാണ്. ആ സിനിമകളിൽ സൈക്ലോപ്സ് എന്ന കഥാപാത്രം ഉപയോഗിക്കുന്ന അതേ ഡിസൈനിലുള്ള ഗ്ലാസ് തന്നെയാണത്. ഭൈരവ ബുജിയുടെ അപ്ഗ്രേഡഡ് വേർഷനുമായിട്ടാണ് ശംബാലയിലേക്ക് വരുന്നത്. അപ്പോൾ ബുജി ഒരു AI റോബോട്ടായി മാറുന്നുമുണ്ട്. 2021 പുറത്തിറങ്ങിയ അറ്റ്ലസ് എന്ന സിനിമയുടെ മെയിൻ പ്ലോട്ട് തന്നെ ഇതായിരുന്നു. ആ സിനിമയിൽ കാണിച്ച അതേ തരത്തിലുള്ള റോബോട്ടായിട്ടാണ് ബുജി മാറുന്നതും. ആ ഒരു AI റോബോട്ടിന്റെ കൺസെപ്റ്റ് അറ്റ്ലസിൽ നിന്നും അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിച്ചതാണ്. റോബോട്ടിന്റെ സെയിം ഡിസൈൻ 2009 തന്നെ ജെയിംസ് കാമറൂൺ അവതാറിലും കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ശോഭന അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു മറിയം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് മറിയം കമാൻഡർ മാനസുമായുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മറിയത്തിന്റെ കയ്യിൽ ഒരു പ്രത്യേകതരം വെപ്പൺ കാണാം. ഇലക്ട്രിക് പവറുള്ള ഒരു ചാട്ടവാർ പോലത്തെ ആയുധം. അതേ ഒരു വെപ്പൺ അയൺമാൻ 2 നമുക്ക് കാണാം. അതിൽ വില്ലനായിരുന്ന ഇവാൻ വാങ്കു എന്ന കഥാപാത്രത്തിന്റെ കയ്യിൽ അതേ തരത്തിലുള്ളൊരു ആയുധമുണ്ട്. എനർജി വിപ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ടുള്ള ഫൈറ്റ് 2 സിനിമയിലും ഒരുപോലെ തന്നെയാണ് കാണിച്ചത്. ഇവാൻ അത് ഉപയോഗിക്കുമ്പോൾ അയൺമാൻ കൈകൊണ്ട് പിടിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ മറിയം അത് ഉപയോഗിക്കുമ്പോൾ കമാൻഡർ മാനസും അത് കൈകൊണ്ട് പിടിച്ചു വെക്കുന്ന സെയിം രംഗം ആ സിനിമയിലും കാണാം. റിബൽസിന്റെ സാമ്രാജ്യമാണ് ശംബാല. പക്ഷേ പുറത്തുള്ളവർക്ക് അത് കാണാൻ കഴിയില്ല. ഒരു പ്രത്യേകതരം ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് അത് ഇൻവിസിബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് 2018 ബ്ലാക്ക് പാന്തർ സിനിമയിൽ നിന്നുമാണ്. ആ സിനിമയിൽ വക്കാണ്ട എന്ന രാജ്യം അതുപോലെ തന്നെ ഇൻവിസിബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഡോം ഷീൽഡ് എന്ന ടെക്നോളജിയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. അത് തന്നെയാണ് കൽക്കിയിലും ഉപയോഗിച്ചത്. ദീപിക പദുകോൺ അവതരിപ്പിച്ച സുമതി എന്ന കഥാപാത്രം തീയിലൂടെ നടന്നു പോകുന്ന രംഗങ്ങളുണ്ട്. തീയിൽ പരിക്ക് പറ്റാതെ നടക്കുകയും വസ്ത്രങ്ങളെല്ലാം തന്നെ കത്തിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന അമ്മ എന്ന കഥാപാത്രം അവരാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ പദവി അവർക്ക് നൽകുന്നതും. അതേ ഒരു രംഗം ഗെയിം ഓഫ് ത്രോൺസിലുമുണ്ട്.
സീസൺ 6 എപ്പിസോഡ് 4 ഡെനേറിസ് ടഗേറിയൻ എന്ന കഥാപാത്രം അതുപോലെ തന്നെ തീയിലൂടെ നടക്കുകയും വസ്ത്രങ്ങൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്ന രംഗമുണ്ട്. തന്റെ ശക്തികൾ പുറത്തു കാണിക്കുന്നതും ക്യൂനായി മാറുന്നതും ദ അൺബേൺഡ് എന്ന പദവി ലഭിക്കുന്നതുമെല്ലാം ആ രംഗത്തിന് ശേഷമാണ്. അതുപോലെയുള്ള സിറ്റുവേഷൻസും രംഗങ്ങളും കൽക്കിയിലും ഉപയോഗിക്കുകയാണ് ചെയ്തത്. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിലാണ് ഒരുപാട് കമാൻഡോസ് വരുന്നത്. കമാൻഡോസിന്റെ ആർമർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം തന്നെ സ്റ്റാർ വാർസിൽ നിന്നും എടുത്തതാണ്. ആ ഒരു വെള്ള കളറിന് പകരം കറുത്ത നിറമാണ് ഉപയോഗിച്ചതെന്ന് മാത്രം. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ക്യാപ്റ്റൻ എന്ന കഥാപാത്രത്തെ കാണിക്കുമ്പോൾ കയ്യിലുള്ള ആയുധം സ്റ്റാർ വാർസിലെ ലൈറ്റ് സേബറുമായി ഏറെ സാമ്യമുള്ള ഒരു ആയുധമാണ്. സിനിമയുടെ അവസാനം അശ്വത്ഥാമാവ് മറ്റൊരു അശ്വത്ഥാമാവുമായി ഫൈറ്റ് ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഒരു കഥാപാത്രം തന്റെ തന്നെ മറ്റൊരു വേരിയന്റുമായി ഫൈറ്റ് ചെയ്യുന്ന രംഗം മറ്റു സിനിമകളിലും നാം കണ്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എൻഡ് ഗെയിമിൽ ടൈം ട്രാവൽ ചെയ്യുന്ന ക്യാപ്റ്റൻ അമേരിക്ക തന്റെ തന്നെ മറ്റൊരു വേരിയന്റുമായി ഫൈറ്റ് ചെയ്യുന്ന രംഗം കാണാം. ഏകദേശം അങ്ങനെ തന്നെയാണ് അശ്വത്ഥാമാവിന്റെ ഫൈറ്റും. കമാൻഡർ മാനസിന്റെ കയ്യിൽ നിന്നും ലേസർ വരുന്ന ഒരു ആയുധം കാണിക്കുന്നുണ്ട്. ാണ് അതേ ആയുധം ഉപയോഗിക്കുന്നത്. ഭൈരവ ഫൈറ്റിനിടയിൽ ഒരു ഫ്ലൈയിങ് ഷൂ ഉപയോഗിച്ചുകൊണ്ട് പറക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതേ ഒരു കൺസെപ്റ്റ് ഗാർഡിയൻ ഓഫ് ദി ഗാലക്സിയിലെ സ്റ്റാർ ലോർഡ് എന്ന കഥാപാത്രം ഇൻഫിനിറ്റി വാറിൽ അയൺമാനുമായുള്ള ഫൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സിനിമയുടെ മുഴുവൻ കൺസെപ്റ്റും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ആണ് കാണിക്കുന്നത്. കൂടാതെ മഹാഭാരതവും കൽക്കി പുരാണവും അതിലുണ്ട്. സിനിമയിൽ മനുഷ്യന്റെ ഭാവിയിലുള്ള സാമൂഹിക അവസ്ഥയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ പുറത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ കോംപ്ലക്സിനകത്ത് സമ്പന്നർ സുഖലോലുപരായി ജീവിക്കുന്നതായി കാണിക്കുന്നുണ്ട്. കോംപ്ലക്സിലെ ജോലിക്കാരായ സാധാരണക്കാരെയും കാണിക്കുന്നുണ്ട്. കോംപ്ലക്സ് എന്ന വലിയ ബിൽഡിങ്ങും അതിനകത്തുള്ള രാജകീയ ജീവിതവും കാണിക്കുന്നുമുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് കൽക്കി സിനിമയിൽ ഫ്രഷായി വന്ന ഒന്നല്ല. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലും ഇതേ കൺസെപ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1927 ഇറങ്ങിയ മെട്രോപോളിസ് എന്ന സൈലന്റ് സിനിമയിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ഭൂമിയിലെ എല്ലാം നശിച്ചൊരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറാണ് ആ സിനിമയിലും കാണിക്കുന്നത്. 2026 ആകുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്നാണ് 100 വർഷം മുമ്പ് ഇറങ്ങിയ ആ സിനിമയിൽ പറയുന്നത്. കൽക്കിയിൽ 2898 കോംപ്ലക്സ് പോലെ തന്നെ വലിയൊരു ബിൽഡിങ്ങും ആ സിനിമയിലുമുണ്ട്. മെട്രോപോളിസ് എന്നാണ് അതിനെ പറയുന്നതും. കൽക്കിയിലേതുപോലെ തന്നെ ആ സിനിമയിലും ആ ബിൽഡിങ്ങിനകത്ത് പണിയെടുക്കാൻ വേണ്ടി സാധാരണക്കാരെ മെഷീനുകൾക്ക് പകരമായി ഉപയോഗിക്കുന്നതും കാണിക്കുന്നുണ്ട്. കൽക്കിയിലേതുപോലെ തന്നെ പണമുള്ളവർക്ക് മാത്രമേ ആ ബിൽഡിങ്ങിനകത്ത് സ്ഥാനവുമുള്ളൂ. 2 സിനിമയിലും കാണിച്ച കൺസെപ്റ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. കൽക്കിയിൽ ഭൂമിയിലെ എല്ലാം നശിച്ചൊരു കാലഘട്ടം കാണിക്കുന്നത് ഡ്യൂൺ സിനിമയിലേതുപോലെ തന്നെയാണ്. കൽക്കിയിൽ ഉപയോഗിച്ച വസ്ത്രങ്ങളും ഡ്യൂൺ സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് വ്യക്തമാണ്. കൽക്കിയിൽ ഉപയോഗിച്ച വാഹനങ്ങൾ പലതും മാഡ് മാക്സ് സിനിമകളുമായി ഏറെ സാമ്യമുള്ള രീതിയിലുമാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മിത്തോളജികളുടെ ബ്ലെൻഡിങ്ങും സിനിമയിൽ കാണാം. കൽക്കി പുരാണവും മഹാഭാരതവും ഡയറക്റ്റായി കണക്ട് ചെയ്തിരിക്കുകയാണ് സിനിമയിൽ. ഫ്യൂച്ചറിൽ ദൈവത്തിന്റെ 10ാം അവതാരമായ കൽക്കി വരുമെന്നും കലിയെ തോൽപ്പിച്ചുകൊണ്ട് സത്യയുഗമുണ്ടാക്കുമെന്നുമുള്ള വിശ്വാസമാണ് ആ മിത്തോളജിയിൽ പറയുന്നത്. മഹാഭാരതത്തിന്റെ അവസാനം അശ്വത്ഥാമാവിന് കൽക്കിയെ രക്ഷിക്കുക എന്നൊരു മിഷൻ കൂടി ദൈവം നൽകുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പുതിയൊരു ഫിക്ഷനാണ് സിനിമയിൽ പറയുന്നത്. ഭൂമിയുടെ പല ഭാഗത്തായി ജീവിച്ച മനുഷ്യൻ പലതരത്തിലുള്ള മിത്തോളജികളിൽ വിശ്വസിക്കുന്നുണ്ട്. സിനിമയിലും ആ കാര്യം പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും എല്ലാ ജാതികളും അവന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ തിന്മയുടെ പ്രതീകമായിരിക്കും ഭൂമി ഭരിക്കുക എന്നും ആ സമയത്ത് ദൈവം വീണ്ടും വന്നുകൊണ്ട് നന്മ പുനഃസ്ഥാപിക്കുമെന്നുള്ള വിശ്വാസം എല്ലാ മിത്തോളജികളിലുമുണ്ട്. ആന്റി ക്രിസ്റ്റ് വേഴ്സസ് ജീസസ്, ദജ്ജാൽ വേഴ്സസ് ഈസ, ബുദ്ധന്റെ തിരിച്ചുവരവ്, മസീഹയുടെ വരവ് തുടങ്ങിയ എല്ലാ മിത്തോളജികളിലും ദൈവം ഫ്യൂച്ചറിൽ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു യൂണിവേഴ്സൽ മിത്തോളജി തന്നെയാണ് കൽക്കിയിലും ഉപയോഗിച്ചത്. കൽക്കി സിനിമയിൽ നിങ്ങൾ കണ്ടെത്തിയ കൺസെപ്റ്റുകളും സിനിമകളും ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.